പട്ടാമ്പി നഗരസഭയിൽ PMAY പദ്ധതി അട്ടിമറിക്കുന്നതായി ആരോപണം. ചട്ടങ്ങൾ ലംഘിച്ച പദ്ധതിയിൽ ചെയർപേഴ്സന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതായി UDF കൗൺസിലർമാർ. ഭവന നിർമ്മാണ പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ വന്ന ഒഴിവിലേക്ക് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റി ലിസ്റ്റ് തയ്യാറാക്കിയതായാണ് ആരോപണം. നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ PMAY പദ്ധതി പ്രകാരം വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത ആളുകൾ പണം തിരികെ നഗരസഭയ്ക്ക് നൽകി പദ്ധതിയിൽ നിന്ന് ഒഴിവായി. അതിൽ 12 ഗുണഭോക്താക്കളുടെ ഒഴിവിലേക്ക് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൌൺസിലിനെ പോലും അറിയിക്കാതെ ചട്ടങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് സ്വന്തക്കാരെ തിരികെ കയറ്റിയെന്ന് കൌൺസിലർ CA റാസി പറഞ്ഞു. നഗരസഭയുടെ നിയമവും ചട്ടവും പ്രധാനമായും പറയുന്നത് ഒരു വ്യക്തിഗത ഗുണഭോക്താവിനെ തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ വാർഡ് സഭാ യോഗങ്ങൾ ചേർന്ന് അതിൽ നിന്നും ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കണം എന്നുള്ള മുനിസിപ്പൽ ആക്ടിൻ്റെയും ചട്ടങ്ങളും നിലനിൽക്കെ അതിനെയെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഈ 12 ഒഴിവ് വന്ന 12 ആളുകളെ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ലിസ്റ്റ് ഉണ്ടാക്കി അവർ നഗരസഭാ കൗൺസിലിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് അവർ അത് തയ്യാറാക്കി ഇത് തിരികെ കയറ്റുകയാണ്. 28 വാർഡുകളിലും അർഹതപ്പെട്ട ആളുകൾ ഭവന നിർമ്മാണത്തിന് കാത്തുനിൽക്കുമ്പോഴാണ് ചെയർപേഴ്സൺ നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതെന്നും കൌൺസിലർമാർ ആരോപിച്ചു. കൌൺസിലർമാരായ K ബഷീർ, മുനീർ, സൈദലവി വടക്കേതിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, പാലക്കാട്.